ഇപ്പോൾ ഞാനൊരു പരീക്ഷ എഴുതാൻ പോകുകയാണ്. PSC പരീക്ഷ 2024 നടക്കാൻ പോകുന്ന LDC പരീക്ഷ ഞാൻ എഴുതാൻ പോകുകയാണ്. ഞാനത് മനസ്സിൽ ഉറപ്പിച്ചു. അപ്പോൾ എനിക്കിതിലറിയാമെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം, LDC പരീക്ഷയാണ് ഞാൻ എഴുതാൻ പോകുന്നതെങ്കിൽ LDCക്കായിട്ടൊരു സിലബസ് PSC പബ്ലിഷ് ചെയ്യും. ആ സിലബസിനകത്ത് ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്, അതിനൊരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഈ ടോപ്പിക്സിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. 100 ചോദ്യങ്ങൾ വരും. നെഗറ്റീവ് മാർക്കുണ്ട്. 3 എണ്ണം തെറ്റിയാൽ 1 മാർക്ക് പോകും. ഇത്രയും കാര്യങ്ങളാണ് അറിയാമെന്നുള്ളത്. ഇവിടെ എനിക്കറിവില്ലാത്ത കാര്യം, PSC ചോദ്യം എൻ്റെ മുമ്പിൽ എങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നതിനെപ്പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. സ്കൂൾ കോളേജ് ടൈമിൽ ഒരു ചോദ്യം തന്നിട്ട് 4 ഓപ്ഷനിൽ അതിൻ്റെ കറക്റ്റ് ഉത്തരം തിരഞ്ഞെടുക്കുന്ന രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങൾ, ഈ വെല്ലുവിളികൾ എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ എങ്ങനെ പഠിക്കണം? ആദ്യം ചെയ്യാൻ പറ്റുന്നത്, എനിക്കിപ്പോൾ ഇന്ന് തൊട്ടാണ് എനിക്ക് LDC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണമെന്ന് തോന്നിയത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, PSC ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുന്നു. 2, 3, 4 ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു. ഈ ചോദ്യ പേപ്പറാണ് എനിക്ക് LDCക്ക് ഫേസ് ചെയ്യാനുള്ളത്. വരാൻ പോകുന്ന LDCക്ക് ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്ന ചോദ്യ പേപ്പറാണ് ഇത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനതിലെ ചോദ്യങ്ങൾ വായിച്ച് നോക്കി അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഒന്നുകിൽ ഞാൻ അതിലറിയാമെന്നുള്ള ചോദ്യങ്ങൾ മാത്രം കറുപ്പിക്കും. അതായത് ഇപ്പോൾ ആനുകാലികമോ മെൻ്റൽ എബിലിറ്റിയോ, ഇപ്പോൾ ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ് മെൻ്റൽ എബിലിറ്റി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്സിലൊക്കെ അറിയാമെന്നുള്ള ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ഒരു അശരീരി വെച്ച് എഴുതും. അതായത് ഒരു ചോദ്യം ഞാൻ വായിച്ചു നോക്കുന്നു, 4 ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ തോന്നും ഇതാണ് ഉത്തരം, കറുപ്പിച്ചു എന്ന് തോന്നും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്ന ടോണിൽ 4 ഓപ്ഷനിൽ ഏതാണോ കണക്റ്റ് ആകുന്നത്, ആ വായിക്കുന്ന ടോണിൽ കണക്റ്റ് ആകുന്ന ഏത് വാക്കാണോ അത് ചൂസ് ചെയ്ത് കറുപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കും. അങ്ങനെ 4 ക്വസ്റ്റ്യൻ പേപ്പറുള്ള 4 എണ്ണം ഞാൻ അറ്റൻഡ് ചെയ്യും. ഈ 4 ക്വസ്റ്റ്യൻ പേപ്പറും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ മാർക്ക് വെച്ച് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോൾ ഉള്ള ഞാൻ, അല്ലെങ്കിൽ കറൻ്റ്ലി എനിക്ക് PSCയിൽ എത്ര നോളജ് ഉണ്ട് എന്നുള്ള കാര്യം ഈ 4 ക്വസ്റ്റ്യൻ പേപ്പറിലും എനിക്ക് കിട്ടിയ ഫൈനൽ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടില്ലേ? കിട്ടും. അതായത് എൻ്റെ നിലവാരം വരാൻ പോകുന്ന LDC പരീക്ഷയ്ക്ക് ഇപ്പോൾ ഉള്ള ഞാൻ ഈ നിലവാരം, ഈ ഒരു നോളജും വെച്ചുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ കട്ട് ഓഫിനകത്ത് നിൽക്കുമോ പുറത്ത് നിൽക്കുമോ എന്നതിനെപ്പറ്റി ഒരു ഐഡിയ ഈ 4ലും എനിക്ക് കിട്ടിയ ഫൈനൽ ആൻസർ വെച്ച് സ്വയം മനസ്സിലാക്കാൻ പറ്റും. അതിന് ശേഷം പഠനം തുടങ്ങി. ഞാൻ എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ സിലബസ് എടുക്കുന്നു. അത് നോട്ടിച്ച് വായിച്ചു നോക്കുന്നു. അതിനുശേഷം ഓരോ ടോപ്പിക്സ് എടുത്ത് പഠിച്ചു തുടങ്ങി. ആദ്യമേ ബോറടിച്ചു തുടങ്ങി. കാരണം സ്കൂളും കോളേജും കഴിഞ്ഞ് വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് PSC ഫീൽഡിലോട്ട് ഇറങ്ങിയത്. അങ്ങനെ പഠനം മുന്നോട്ട് പോയി. റാങ്ക് ഫയലിലെ ആദ്യത്തെ ഒരുപാട് പേജുകൾ പഠിച്ചു. ആ പഠിക്കുന്നതിനിടയ്ക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. അങ്ങനെ അത് അറ്റൻഡ് ചെയ്ത് നോക്കി. ഞാൻ എന്തായാലും ഇത്രയും പേജ് പഠിച്ചല്ലോ, അത് വെച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്തു. 100 ചോദ്യങ്ങളുള്ളതിൽ ഒരു ചോദ്യം ഞാൻ പഠിച്ചതിൽ നിന്ന് വന്നു. ബാക്കി 99 ഔട്ട് ഓഫ് സിലബസ്. അതായത് ഞാൻ എത്ര പഠിച്ചോ അതിന് പുറത്തുനിന്നാണ് വന്നത്. ഞാൻ പഠിച്ചതിൽ നിന്ന് ഒരു ചോദ്യമേ വന്നുള്ളൂ. അപ്പോൾ എൻ്റെ പഠിത്തത്തിൽ എവിടെയാണ് പാളിപ്പോയതെന്നറിയാൻ പോയി നിന്നപ്പോൾ സിലബസ് ഡൗൺലോഡ് ചെയ്ത PDF ഒരു പേജ് കണ്ടു. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ സിലബസ് വായിച്ചു നോക്കുമ്പോൾ കൺഫേം ആയിട്ട് നമ്മൾ വായിക്കേണ്ട ഒരു പേജാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്കാണ് എന്നുള്ള ആ ഒരു പേജ് കൺഫേം ആയിട്ട് വായിച്ചു നോക്കണം. നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റിലാണ് സ്ട്രോങ് ആയിട്ടുള്ളത്, ഏതൊക്കെ സബ്ജക്റ്റിലാണ് വീക്ക്, കൂടുതൽ ഏതൊക്കെ സബ്ജക്റ്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് സബ്ജക്റ്റിൽ നിന്നൊക്കെയാണ് ചോദിക്കുന്നത്, ഇതെല്ലാം അറിയാൻ സഹായിക്കുന്ന ഒരു പേജാണ് മാർക്ക് വിവരങ്ങൾ നൽകിയിട്ടുള്ള പേജ്, സിലബസിൽ വരുന്ന പേജ്. അതുകൂടി നോക്കിയിട്ട് പഠിച്ചു തുടങ്ങാം. പിന്നെ വരുന്ന ഒരു രണ്ടാമത്തെ കാര്യം, നമ്മൾ പറയില്ലേ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് കാര്യം, അത് തന്നെയാണ്. ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക്, എക്സ്ട്രാ പഠിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പഠിച്ചില്ലെങ്കിലും പഠിച്ച കാര്യങ്ങൾ പക്കയായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചോ അത് റിവിഷൻ ചെയ്യാനുള്ള ഒരു ക്ഷമ കൂടി കാണിക്കണം. ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇന്ന് ഡിസംബറാണ്. ഇപ്പോൾ ഡിസംബർ മാസമാണ്. നമ്മളിപ്പോൾ പഠിക്കുന്നത് LDC പരീക്ഷയ്ക്ക് വേണ്ടിയാണ്. LDC പരീക്ഷ ജനുവരിയിലോ ഫെബ്രുവരിയിലോ നടക്കാൻ പോകുന്ന ഒരു പരീക്ഷയല്ല. നെക്സ്റ്റ് ഇയർ പകുതിയൊക്കെ ആകുമ്പോൾ നടക്കാൻ പോകുന്ന എക്സാമാണ്.
അപ്പോൾ ഈ വർഷം ഡിസംബറിൽ നമ്മൾ ഈ പഠിക്കുന്ന കാര്യം അന്ന് വരെയും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിലേ നമ്മൾ ഈ പഠിക്കുന്ന നമ്മൾ ഈ എടുക്കുന്ന എഫർട്ടിന് ഉപയോഗമുള്ളൂ, അല്ലെങ്കിൽ വേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ റിവിഷന് വലിയ പങ്കുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. നമ്മൾ പുതുതായിട്ട് PSCക്ക് പഠിക്കാൻ പോവുകയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു, വർക്കൗട്ട് ചെയ്ത് നോക്കുന്നു, അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു, നമ്മുടെ നിലവാരം മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മൾ പഠിക്കാനുള്ള സിലബസ് എടുക്കുന്നു, അത് വായിച്ചു നോക്കുന്നു, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്നു, നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റാണ് സ്ട്രോങ് ആയിട്ടുള്ളത്, വീക്കായിട്ടുള്ളത്, ഏതൊക്കെ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്നത്, ഇതെല്ലാം മനസ്സിലാക്കുന്നു, പഠിച്ചു തുടങ്ങുന്നു, റിവിഷൻ ചെയ്യുന്നു.